ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് എന്നും ചപ്പാത്തി തന്നെ കഴിക്കുന്നവർക്ക് രാവിലെ ആയാലും അല്ലെങ്കിൽ രാത്രിയിലായാലും കറിയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് ചെറുപയർ 2-3 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട്. കുതിർത്തിയെടുത്തിട്ടുള്ള ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് ഒരു 1/2 കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വേവിച്ചാൽ മതി. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേണം വേവിക്കാൻ. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുപയർ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി ചെറുപയർ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മുട്ട ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെറുപയറുമായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ ആദ്യം മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. മുട്ട ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ചെറുപയറിൻ്റെ ഫില്ലിങ്ങുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തപ്പോൾ തന്നെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെറുപയറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു പാകത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ. കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂട്ടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാനിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യം തന്നെ ചപ്പാത്തിക്കുള്ള മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ മാവ് കുഴക്കുന്നത് അതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു ബോൾ പോലെ തന്നെ മതി. വേണമെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഒരു കനത്തിൽ വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ അടയൊക്കെ ചുടുന്നത് പോലെ ഒരു സൈഡിലേക്ക് ഈ ഫില്ലിങ് തണുത്തതിന് ശേഷമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ചീസ് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ അടയൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സൈഡിലേക്ക് ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, ഫില്ലിങ് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഈ ഫില്ലിങ് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചപ്പാത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് 2-3 ചപ്പാത്തിയൊക്കെ ഒരുമിച്ചിട്ടിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. പിന്നെ 2 സൈഡിലും കുറച്ച് നെയ്യോ ഓയിലോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 സൈഡിലും. വെന്ത് വരുന്ന സമയത്ത് കുറച്ച് നെയ്യോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ പെട്ടെന്ന് നമുക്കത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കത് ഫില്ലിങ് വെച്ചിട്ട് മടക്കിയെടുക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈസിലുള്ള ഒരു 8 ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. 1-2 ചപ്പാത്തി തന്നെ കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചീസ് ഉണ്ടെങ്കിൽ ചീസ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ചീസൊക്കെ ചേർക്കുകയാണെങ്കിൽ ചെറിയ ചൂടോട് കൂട്ടിയിട്ട് കഴിക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചീസ് ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന്
ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.